ഹലോ കൂട്ടുകാരെ, ഇവർ വാഹിദ്രായൽ എന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നോക്കാം. അങ്ങനെ ഭൂമി സത്യനെ കാണാൻ ചെന്നിരിക്കുകയാണ്. സത്യനോട് അപ്പോൾ സത്യൻ ചെല്ലുമ്പോൾ സത്യൻ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സത്യൻ പറയുന്ന ന്യായം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വിഷമങ്ങൾ എങ്ങനെയെങ്കിലും മറക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മദ്യപിക്കുന്നു എന്നേ ഉള്ളൂ മോളെ എന്ന് പറയുകയാണ്. അപ്പോൾ ഭൂമി പറയും, ചില ആൾക്കാർ അങ്ങനെയാണ്, സന്തോഷം വന്നാലും സങ്കടം വന്നാലും എല്ലാം മദ്യത്തിൻ്റെ പേരിൽ ചാരിയിട്ട് രക്ഷപ്പെടാൻ നോക്കും. ഇങ്ങനെ മദ്യപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാറിൻ്റെ ജീവൻ തന്നെ ആപത്താണ് എന്നൊക്കെ പറയുകയാണ്. പിന്നെ അപ്പോൾ ചോദിക്കും, നീ എന്തിനാണ് വന്നത്, പ്രത്യേകിച്ച് വിശേഷം വല്ലതുണ്ടോ? നാളെ എൻ്റെ വീട്ടിലൊരു ചെറിയ പരിപാടി നടക്കുന്നുണ്ട്, ഫാദേഴ്സ് ഡേ സെലിബ്രേഷനാണ്, അപ്പോൾ അച്ഛൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്, അപ്പോൾ ഞാൻ സാറിനെ ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് എന്ന്. അപ്പോൾ സത്യം പറയും, ഞാൻ തീർച്ചയായിട്ടും നാളെ വരാം. അപ്പോൾ സാറ് വന്നാൽ മാത്രം പോരാ, മദ്യപിക്കാണ്ട് വരണം എന്ന്. പിന്നെ സാറ് കള്ള് കുടിക്കുന്നതും ഒന്ന് കുറയ്ക്കണം, സാറിൻ്റെ ആരോഗ്യത്തിൽ തന്നെയാണ് അത് എഫക്റ്റ് ചെയ്യുക. സാറിനെ പോലെ നല്ല ആൾക്കാർ കുറച്ച് കാലം കൂടി ഭൂമിയിൽ ജീവിച്ചിരിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ ഭൂമി യാത്രയൊക്കെ പറഞ്ഞ് പോകാൻ നേരത്ത് സത്യൻ ചോദിക്കുകയാണ്, നീ എൻ്റെ മോളെ പോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ ഭൂമി പറയുമ്പോൾ, കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ചിലപ്പോൾ സാറിൻ്റെ മോളായിരിക്കും എന്ന് പറഞ്ഞ് ഭൂമി യാത്ര പറഞ്ഞ് വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ അച്യുതനും അംബികയും അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ അച്യുതനോട് പറയും, അച്ഛൻ നാളത്തെ പരിപാടിക്കൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ട് സ്റ്റേജ് വന്നിട്ട് ആൾക്കാർ വന്ന് കെട്ടിക്കോളും, നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല, അതുപോലെ ഫുഡും അവരെന്നെ നോക്കിക്കോളും, നമുക്ക് നാളത്തെ ദിവസം ഇവിടെ ഫുഡ് ഉണ്ടാക്കാനൊന്നും എളുപ്പമല്ല, 10-35 ആൾക്കാർ എന്തായാലും ഉണ്ടാവുമെന്ന്. അപ്പോൾ അച്യുതൻ പറയും, എന്നാൽ ശരി, പിന്നെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല മോളെ, നമുക്ക് നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് അവർ ഡൈനിങ് ഹാളിലോട്ട് പോവാണ്. അപ്പോൾ ഡൈനിങ് ഹാളാണെങ്കിൽ കരിമീനും മട്ടനും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭൂമി പറയും, ഇന്നത്തെ മെനു നല്ല ലാവിഷാണല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകളാണല്ലോ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് ഭൂമി കഴിക്കായിരിക്കും. അങ്ങനെ അച്യുതനും അമ്മയും രണ്ടുപേരും മാറി മാറി മത്സരിച്ച് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഭൂമിക്ക്. അപ്പോൾ ഭൂമി പറയും, അച്ഛനും അമ്മയും ഇരിക്കുക, നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അവരും ഇരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഭൂമി വിളമ്പി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അച്യുതൻ പറയും, എനിക്കിത് കാണുമ്പോൾ ഇപ്പോൾ ഓർമ്മ വരുന്നത് ബൈബിളിലെ ഒരു വചനമാണ്, അവസാനത്തെ അത്താഴമെന്ന്. അപ്പോൾ ഭൂമിക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമാകും. ഭൂമി പറയും, എന്താ അച്ഛനീ പറയുന്നത് എന്ന് പറഞ്ഞ് ഭൂമി അവിടെ നിന്ന് എണീറ്റ് പോകാൻ നോക്കുകയാണ്. അപ്പോൾ അച്യുതൻ പറയും, സോറി മോളെ, ഞാൻ വെറുതെ പറഞ്ഞതാണ്, നീ വിഷമിക്കല്ലേ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ചോദിക്കുകയാണ്, അച്യുതൻ ചോദിക്കും, നാളത്തെ സെലിബ്രേഷൻ എന്താ പരിപാടിയെന്ന്. അത് ഞാൻ അച്ഛൻ്റെ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്, ഹാപ്പി ഫാദേഴ്സ് ഡേ എഴുതിയിട്ട് എന്ന്. അപ്പോൾ അച്യുതൻ ചോദിക്കും, അയ്യോ എൻ്റെ ഫ്ലെക്സോ, പിന്നെ എൻ്റെ അച്ഛനല്ലാണ്ട് പിന്നെ വേറെ എനിക്ക് വേറെ അച്ഛന്മാരുണ്ടോ എന്ന്. അങ്ങനെ അവരതൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസമാവും. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ ഭൂമി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭൂമിയുടെ ചെറുപ്പകാലം മുതലുള്ള അങ്ങനെ വീഡിയോസ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അവൾ ഒരുങ്ങി കഴിഞ്ഞതിന് ശേഷം അമ്മോട് ചോദിക്കും, അമ്മ എന്നെ കാണാൻ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ പറയും, എൻ്റെ മോൾ നല്ല സുന്ദരിയായിട്ടുണ്ട്. അതെങ്ങനെയാണ് എനിക്ക് സൗന്ദര്യം ഇല്ലായിരിക്കും, എനിക്ക് അച്ഛൻ്റെ അമ്മയുടെ സൗന്ദര്യം ഒരേപോലെ കിട്ടിയിരിക്കല്ലേ എന്ന് പറയുമ്പോൾ അമ്പിക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട്. അങ്ങനെ അപ്പോൾ പറയും, എന്നാൽ ശരി, അച്ഛനെയും കൂടി ഒരുക്കിട്ടമ്മേ, എന്നെ ഒരുക്കണേനിടയ്ക്ക് അച്ഛനെ ഒരുക്കാൻ മറക്കരുത്, അച്ഛൻ്റെ ദിവസമാണെന്ന് എന്ന് പറയും. അപ്പോൾ അംബിക പറയും, അച്ഛൻ്റെ അല്ല മോളുടെ ദിവസമാണെന്നാണ് അച്ഛൻ പറയുന്നത് എന്ന്. അങ്ങനെ അപ്പോഴേക്കും ആൾക്കാരൊക്കെ വരും, സത്യനും സൗഭാഗ്യാമ്മയും സംഗീതയും പിന്നെ നമ്മുടെ അജയും എല്ലാവരും വരുന്നുണ്ട്, മാധവനൊക്കെ. അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ ആദ്യം അച്യുതൻ കയറിയിട്ട് പറയും, ഇന്ന് എൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്, കാരണം ഇതുപോലത്തെ ഒരു ദിവസം ഇനി എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാകാൻ ഒരിക്കലും ഒരു സാധ്യതയില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊരു വിളക്ക് കത്തിച്ചിട്ട് തുടങ്ങാം എന്ന് പറയുകയാണ്. അപ്പോൾ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിക്കുന്നത് സത്യൻ സാറിനെയാണ് എന്ന് പറയും. അപ്പോൾ സത്യൻ പറയും, എന്നെ ഇപ്പം എന്തിനാണ് വിളിക്കുന്നത് എന്നുള്ള രീതിയിലാണ് സത്യൻ കയറി ചെല്ലുന്നത്. അപ്പോൾ സാറ് ഇവിടുത്തെ മുഖ്യാതിഥിയല്ലേ, അപ്പോൾ സാറ് തന്നെ വിളക്ക് കത്തിക്കണം എന്ന് പറഞ്ഞിട്ട് സത്യന് വിളക്ക് കത്തിക്കാനുള്ള ഇത് കൊടുക്കുകയാണ്. സത്യൻ വിളക്ക് കത്തിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഭൂമി വിളക്ക് കത്തിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്യുതനും അംബികയും ഒക്കെ വിളക്ക് കത്തിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിലൊക്കെയാണ് ഇരിക്കുന്നത്. അങ്ങനെ അച്യുതൻ പറയുകയാണ്, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പരിപാടി വെച്ചിട്ടുള്ളത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ ഭൂമി എൻ്റെയും അംബികയുടെയും മകളല്ല, ഇത് ഞങ്ങളുടെ വളർത്തു മകളാണ്. 22 വർഷം മുൻപ് ഞങ്ങൾക്ക് തെരുവിൽ നിന്ന് കിട്ടിയതാണ് ഞങ്ങളുടെ ഈ മകളേനെ എന്ന് പറയുകയാണ്. അപ്പോൾ ഭൂമി ആകെ ഞെട്ടിയിട്ട് അംബികയുടെ അടുത്തേക്ക് തിരിഞ്ഞു ചോദിക്കും, എന്താ അമ്മ അച്ഛനീ പറയുന്നത്? അപ്പോൾ അംബിക ഒന്നും മിണ്ടാതെ മുഖം പൊത്തി നിന്ന് കരയുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ എന്നിട്ട് പറയും, എനിക്കിനി ഇവളെ യഥാർത്ഥ അച്ഛനെ ഏൽപ്പിക്കണം, ഞാൻ അവളെ യഥാർത്ഥ അച്ഛനെ കാണിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലെക്സ് അച്യുതൻ്റെ വെച്ചിട്ടുണ്ടല്ലോ, ആ ഫ്ലെക്സ് അങ്ങോട്ട് തിരിച്ച് വയ്ക്കും. അപ്പോൾ അതിൽ ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന് എഴുതിയിട്ട് സത്യൻ്റെ ഫോട്ടോ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ സത്യൻ്റെ എന്നിട്ട് പറയും, ഇത് എൻ്റെ മോളുടെ യഥാർത്ഥ അച്ഛൻ എന്ന് പറയുന്നത് സത്യൻ സാറിനെയാണ്, സത്യൻ സാറിനെ തിരിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ പ്രോഗ്രാം വെച്ചിട്ടുള്ളത്. സത്യൻ ആകെ ഞെട്ടിത്തരിക്കും. കാരണം എന്താ അവിടെ സംഭവിക്കണം സത്യന് ഒന്നും മനസ്സിലാവുന്നില്ല.
അങ്ങനെ സത്യം അപ്പോൾ സത്യൻ അതേപോലെ തന്നെ സൗഭാഗ്യാമ്മയും എല്ലാവരും നിൽക്കുന്നുണ്ട്. അപ്പോൾ സൗഭാഗ്യാമ്മയും അതുപോലെ തന്നെ സംഗീതയും മാധവനും അജയും എല്ലാവരും ഞെട്ടാണ് ഇതാണ് മകളെന്ന് പറഞ്ഞിട്ട്. അപ്പോഴെനിക്ക് ഭൂമിക്ക് ആ ഒരു കൺഫ്യൂഷൻ മാറുന്നില്ല. ഭൂമി അച്ഛനോടും അമ്മോടും തിരിഞ്ഞും മറിഞ്ഞും ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛ ഈ പറയുന്നത്, ഞാൻ നിങ്ങളുടെ മകളല്ലെന്നോ, ഞാൻ എങ്ങനെയാണ് സത്യസാറിൻ്റെ മകളാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അപ്പോൾ സത്യൻ എണീറ്റ് നിൽക്കണം. അപ്പോഴേക്കും എണീറ്റ് നിന്ന് സത്യൻ ഭൂമിനെ ഇങ്ങനെ നോക്കും. അപ്പോൾ ഭൂമിക്കും ആ ഒരു അച്ഛൻ മകൾ ഫീൽ തോന്നിയിട്ട് ഭൂമി എന്ത് ചെയ്യും, അച്ഛൻ്റെ അടുത്തോട്ട് ഇറങ്ങി ചെല്ലുകയാണ്. അപ്പോൾ നമ്മുടെ സൗഭാഗ്യാമ്മയ്ക്ക് വളരെ സന്തോഷത്തിൽ ഈശ്വര ദൈവമേ നീ കാത്തല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അവൾ പോയിട്ട് സത്യൻ്റെ അടുത്ത് പോയിട്ട് സത്യനെ കെട്ടിപ്പിടിച്ച് നിന്ന് കരയുകയാണ്. അച്ഛ എന്ന് വിളിച്ചിട്ട് സത്യനെ കെട്ടിപ്പിടിച്ച് കരയണം. അപ്പോൾ ഇതേ സമയം നമ്മുടെ സ്റ്റേജിൽ അച്യുതനും അംബികയ്ക്കും വിഷമം സഹിക്കാൻ പറ്റുന്നില്ല. അവർ പരസ്പരം അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് നിന്ന് അവർ നിന്ന് കരയുന്നുണ്ട്. അപ്പം അതേസമയം സത്യം വിളിക്കും, മോളെ നീ എൻ്റെ മോള് തന്നെ, എൻ്റെ പൊന്നു മോള എന്നൊക്കെ പറഞ്ഞ് സത്യനും സംസാരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ സൗഭാഗ്യമ്മയും അജയും മാധവനും എല്ലാവരും നമ്മുടെ ഇവരുടെ അടുത്തേക്ക് വരും. സത്യൻ്റെയും ഭൂമിയുടെ അടുത്തേക്ക് വരും. അങ്ങനെ അവർ എന്നിട്ട് അവർ കുറേ സന്തോഷിക്കുകയും അങ്ങനെ സന്തോഷത്തിൻ്റെ മൊമെൻറ്റ്സൊക്കെ കാണിച്ചതിന് ശേഷം ഭൂമിയെയും കൂട്ടിയിട്ട് സൗഭാഗ്യമ്മയും സംഗീതയും കൂടി പുറത്തോട്ട് വരുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. പക്ഷേ ഇത് മിക്കവാറും ഒരു സ്വപ്നമാവാനാണ് സാധ്യത. കാരണം നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് അംബികയും അച്യുതനും തമ്മിൽ സംസാരിക്കുന്നതാണ്. കാരണം അംബിക പറയുന്നുണ്ട്, അച്ഛേട്ടൻ നമ്മൾ അവളെ മടക്കി കൊടുക്കണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അച്യുതൻ പറയുന്നുണ്ട്, മടക്കി കൊടുക്കാതിരിക്കാൻ പറ്റില്ല, നമ്മളെ അവസ്ഥ അത്രയ്ക്ക് മോശമാണ് അംബിക, നമ്മൾ അവളോട് ചെയ്യുന്നത് അനീതിയാണെന്ന്. അതുപോലെ തന്നെ ഭവാനി വിളിച്ചിട്ട് കമാലിനോട് പറയുന്നുണ്ട്, ഇനിയും അവർ വെച്ചിരിക്കാൻ പാടില്ല, അവർ രണ്ടുപേരെയും ഇന്ന് തന്നെ കൊന്നു കളയണം, ഇല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന് തന്നെ ആപത്താണ് എന്ന് പറഞ്ഞ് കമാലിനെ പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ കമാൽ വന്നിട്ട് നമ്മുടെ അച്യുതനെ കുത്താൻ ശ്രമിക്കുന്നതും അതേപോലെ തന്നെ അംബിക അത് തടയുന്നതും അംബികയെ ഇടിച്ചിടുന്നതും അംബിക പോയിട്ട് ചുമരുമ്പോൾ പോയി തലയിടിച്ച് അംബിക വീഴുന്നതും പിന്നെ അച്യുതനെ കുത്തുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ അച്യുതൻ തീർച്ചയായും മരിക്കുന്നുണ്ട്. പിന്നെ ഭൂമി പുറത്തു പോയി തിരിച്ചു വരുന്ന നേരത്താണ് വീട്ടിലാകെ പോലീസും ബഹളും ഒക്കെ കൂടി കണ്ടപ്പോഴാണ് ഭൂമിക്ക് എന്തോ പന്തികേട് തോന്നുന്നത്. അതിന് മുന്നേ ഭൂമി അന്ന് പുറത്തിറങ്ങാൻ നേരത്തെ അച്ഛൻ ചോദിക്കും, മോളെ എനിക്കൊരു ഉമ്മ തന്നിട്ട് എന്ന് അച്യുതൻ പറയുന്നുണ്ട്. അപ്പോൾ ഭൂമി പറയുന്നുണ്ട്, അച്ഛൻ സമയമില്ല, ഞാൻ തിരിച്ചു വന്നിട്ട് ഒരു 100 ഉമ്മ തരാമെന്ന് പറഞ്ഞിട്ടാണ് ഭൂമി പോകുന്നത്. അപ്പോൾ തീർച്ചയായും ഈ മകളാണെന്ന് അനൗൺസ് ചെയ്യുന്നത് തീർച്ചയായും ഒരു സ്വപ്നമാവാൻ തന്നെ സാധ്യതയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഭൂമി അവരറിഞ്ഞു കഴിഞ്ഞാൽ ഭൂമി പിന്നെ ആ വീട്ടിലെ പെൺകുട്ടിയായല്ലോ. അപ്പോൾ പിന്നെ അവിടെ നിന്നുള്ള എപ്പിസോഡുകളൊക്കെ ആകെ കുളമാവും. അതുകൊണ്ട് തീർച്ചയായും ഇതൊരു സ്വപ്നമാവാൻ തന്നെ സാധ്യത എനിക്ക് തോന്നുന്നത്. അപ്പോൾ കൂടുതൽ നേരത്തെ ഇതിൻ്റെ കഥ അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക.